മൊയ്ലു, എന്നെ അടിക്കല്ലേ മൊയ്ലു. അങ്ങനെ എന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരൂല എന്നുള്ളത് മൊയ്ലുവിന് ഞാൻ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. വേറെ ഒന്നുമല്ല, കിടക്കാൻ തന്നെ എടുത്തത് ഞാൻ കടിച്ചു കീറി അവിടെ ഇട്ടു. മൊയ്ലു സോറി മൊയ്ലു, ഞാൻ കാല് പിടിക്കാൻ മൊയ്ലു, എന്നെ അടിക്കല്ലേ മൊയ്ലു. ഒരബദ്ധം പറ്റിപ്പോയതാണ് മൊയ്ലു. ആർക്കാരും ഒരു അബദ്ധം പറ്റൂല്ലേ മൊയ്ലു. അങ്ങനെ എന്റെ ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഒരു സോറി കുറച്ചില്ലായിരുന്നു കേട്ടോ. എന്ത് കിട്ടിയാലും കടിച്ചേരി നോക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് എന്റെ ജീവിതം ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കിടക്കാൻ എനിക്ക് തന്നാൽ മറ്റേനെ ഞാൻ കടിച്ചു കീറിയാണ് ഇട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നല്ല മൊയ്ലു. അതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റിന് കണ്ട് കടിച്ചു കീറിയതാവേ. ഇത്തവണത്തേക്ക് ക്ഷമിക്കും മൊയ്ലു. മൊയ്ലു എന്നെ അടിക്കല്ലേ മൊയ്ലു. ഞാൻ പാവുമല്ലേ മൊയ്ലു. ക്ഷമിക്കും മൊയ്ലു. ഞാൻ രണ്ട് കൈകൊണ്ട് തൊഴാം മൊയ്ലു. മൊയ്ലു എന്നെ അടിക്കല്ലേ മൊയ്ലു. മൊയ്ലു, ആ കമ്പത്തൊരു അടികൊള്ളാന്ന് ത്രാണിയും പോലും എനിക്കില്ല മൊയ്ലു. അടിക്കല്ലേ മൊയ്ലു. മൊയ്ലു അടിക്കല്ലേ പ്ലീസ്. മൊയ്ലു അടിക്കല്ലേ. അടിക്കല്ലേ മൊയ്ലു. അങ്ങനെ കാലത്തെ ആ അടിയിൽ നിന്നും മൊയ്ലുവിന്റെ കൈയും കാലും പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. രാവിലെ പിന്നെ മൊയ്ലു അമ്മ നല്ല മുട്ട കാട്ടിക്കുത്തിയത് ഉണ്ടാക്കി തന്നു കേട്ടോ. നിങ്ങൾക്കൊക്കെ പറയാം മുട്ട തരില്ലെന്ന്. എന്നാ എനിക്ക് ഇനി വലുതാകുമ്പോ ജിമ്മിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴേ എനിക്ക് പ്രോട്ടീനെ കഴിക്കണം. മുട്ടയും ചിക്കനും ഒക്കെയാണ് ഇനി കഴിയാനുള്ളത്. രാവിലെ പിന്നെ മുട്ടയും കൊണ്ട് മൊയ്ലു അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ മെത്തയിലിട്ട് കടിച്ച് വലിക്കുക. പെട്ടെന്ന് ഞാൻ പിന്നെ ഒന്നും അറിയാത്ത ഭാഗത്തിൽ ആ മുട്ട കാട്ടിക്കുട്ടിയത് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ രാവിലെ മുട്ട കാട്ടിക്കുട്ടിയത് ഞാൻ കഴിച്ചു. എന്തായാലും കൊള്ളാം, സംഭവം പൊളിയ സാധനം തന്നെ ആട്ടാ. ഞാൻ പിന്നെ അത് മൊത്തം കഴിച്ചു തീർക്ക്. അതിനുശേഷം മൊയ്ലുവിന്റെ നിക്കറി കടിച്ചു വലിച്ച് എന്റെ പല്ലേതെങ്കിലും ഇളകിയിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയായിരുന്നേ. എന്നിട്ട് ഞാൻ മൊയ്ലുവിനോട് പറഞ്ഞു, മൊയ്ലു എന്റെ പല്ലെല്ലാം സ്ട്രോങ് ആണ് കേട്ടാ, പേടിക്കണ്ട. അങ്ങനെ മൊയ്ലു രാവിലെ ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ എനിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തിട്ടുണ്ട്. ഇവനാണ് മൊയ്ലുവിന്റെ അനിയന്റെ വീട്ടിലെ കില്ലാടി. ഇവനും ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പൊ മൊയ്ലു എനിക്ക് വാങ്ങിച്ചതിന് ഒരെണ്ണ ഇവനും കൂടെ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അതിന്റെ സ്നേഹമൊക്കെയാണ് ഇവ ഈ കാണിക്കുന്നത്. എന്നെ പോലെ തന്നെ ആശാനും ഭയങ്കര ഒരു കടിയനാണ്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ഓഹരിയിൽ നിന്ന് ഒരെണ്ണ അവന് കൊണ്ടു കൊടുത്തത്. അവനും എന്നെ പോലെ പാവുമല്ലേ. പിന്നെ മൊയ്ലു അവനൊരു ഷേക്കാൻ്റെ കൊടുത്തിട്ട് നേരെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വന്നു. എന്നാ അവനാണെങ്കിൽ മൊയ്ലുവിനെ വിട്ട് മാറണമല്ലേ. എന്നെ പോലെ തന്നെ മൊയ്ലുവിന്റെ പിറകെ ഓടാൻ നിൽക്കുന്ന. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ പറ്റൂ കേട്ടോ. എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ വീഡിയോ കാണുന്ന ഒരാൾ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിത്തരാൻ മൊയ്ലുവിനോട് പറഞ്ഞ് വാങ്ങിത്തന്നതാണ് കേട്ടോ. അങ്ങനെ കണ്ടപാടെ ഞാൻ ആകാംക്ഷയില്ല അതെല്ലാം നോക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതിന്റെ മണമാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ച കേട്ടോ. മൊയ്ലുവിനോട് ഞാൻ പറഞ്ഞു, മൊയ്ലു അത് ഇങ്ങോട്ട് കൊണ്ട് വെച്ചതാ, ഞാൻ നോക്കട്ടെ അതിനകത്ത് എന്തോ ഒരു നല്ല സാധനം ഇരിക്കണം. മണം അടിച്ചിട്ടാണെങ്കിൽ എനിക്ക് നിൽക്കാനും വയ്യ. അങ്ങനെ ക്ഷമയുടെ അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഞാൻ അതിനെ കടിച്ചെടുത്തുകൊണ്ട് നേരെ ബെഡിലോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പിന്നെ മൊയ്ലുവിനോട് ഞാൻ പറഞ്ഞു, മൊയ്ലു എനിക്ക് ഇത് മതി. മൊയ്ലു ആ പാത്രവും ബെൽറ്റും കൂടെ മൊയ്ലു എടുത്തോ. അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മൊയ്ലുവിന്റെ കൊണ്ട് കൊടുത്ത് അതിനെ ഞാൻ കടിച്ചു കിടന്നു എടുത്ത് കേട്ടോ. എന്തായാലും ഞാൻ ആഗ്രഹിച്ചു പോലത്തെ ഒരു സാധനം തന്നെ കേട്ടോ എനിക്ക് കിട്ടിയത്. കാര്യം കുറച്ച് ദിവസം മുമ്പ് എന്റെ പല്ലാണെങ്കിൽ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഇതും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഫുള്ള് ഹാപ്പി ആയിട്ടോ. അങ്ങനെ അതിനെ എടുത്തോണ്ട് വെച്ച് ഞാൻ പിന്നെ കടി തുടങ്ങി. എന്നാലും മൊയ്ലുവിന് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണമെന്നോ, അതാണ് എന്റെ അതിശയം. എന്തായാലും എനിക്ക് ഇത് വാങ്ങിത്തരാൻ വേണ്ടി എന്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത ആ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെയുള്ളവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ഞാൻ പിന്നെ അതിനങ്ങനെ ആസ്വദിച്ച് കാടിച്ച് എന്റെ പല്ലിന്റെ ദേഷ്യവും എല്ലാം കൂടെ അങ്ങോട്ട് തീർത്തനല്ലേ. എന്തായാലും പല്ലിയെ കഴിഞ്ഞ് വേറെ ബ്രഷും വാങ്ങണ്ട, പല്ല് രാഗി മിനുക്കാൻ ഇനി വേറെ അരവും ഒന്നും വാങ്ങണ്ട. ആദ്യം ഇത്തിരി കടുപ്പവും കയറണമെങ്കിലും ഞാൻ പിന്നെ അതിന് പയ്യെ ഓരോ സൈഡായിട്ട് കടിച്ചു കേട്ടോ. ഇരുമ്പ് ചങ്ങല കടിച്ചു മുറിച്ച് തലമുറയിൽപ്പെട്ട എനിക്കാണോ ഈ ഒരു നിസ്സാര കാര്യം കടിച്ചു മുറിക്കാൻ പാട്. അങ്ങനെ എന്റെ ഗുരുക്കന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ ഓരോ സൈഡായിട്ട് ഞാൻ കടിച്ചെടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പിതാമഹന്മാർ ഞങ്ങൾക്ക് നൽകിയ അറിവ് ഇന്നും ഞങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് പല വീടുകളിലും ഞങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ എത്ര ചെരുപ്പുകൾ, എത്ര ബാഗുകൾ, എത്ര സാധനങ്ങൾ ഞങ്ങൾ കടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള എനിക്കാണോ ഈ ഒരു നിസാര കാര്യം കടിച്ചെടുക്കാൻ പാട്. ഇടയ്ക്ക് മൊയ്ലു ആ പാത്രമൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് കാണിച്ചു തന്നപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. പാത്രമല്ലേ അവിടെ ഈ മൊയ്ലു, ഞാൻ ഇതൊന്ന് കടിച്ച് പറിച്ചെടുത്ത് നോക്കട്ടെ. കുറെ നേരം എടുക്കും ഇത്. ഇത്രയും റിസ്ക് പിടിച്ചുള്ള ജോലി ചെയ്യുമ്പോ ഇവരാളെ വന്ന് തടസ്സപ്പെടുത്താമോ? ഇതൊക്കെ അവിടെ കൊണ്ടുപോയി മൊയ്ലു, ഞാൻ പിന്നെ നോക്കിക്കോളാം. ഞാൻ ആദ്യം ഈ വായിലിരിക്കുന്ന സാധനത്തിനൊന്ന് കടിച്ചു പറിച്ചെടുത്ത് നോക്കട്ടെ. ഇതിന്റെ വള്ളിയൊക്കെ ഞാൻ കുറയ്ക്കുമ്പോൾ കടിച്ചിടുക. ഞാൻ തളർന്നു മൊയ്ലു. ഇനി എന്നെ കൊണ്ട് അത് കടിച്ചു പറിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അല്ലാത്ത കട്ടിയത് എന്റെ നാക്കും വായും ഒക്കെ തളർന്നു മൊയ്ലു. ഞാൻ കിടക്കട്ടൂല. അല്ലാത്തൊരു ക്ഷീണവും പരവേശവും മൊയ്ലു. വയ്യ, തളർന്നു. അങ്ങനെ വാങ്ങി ഷോൾഡർ ബെൽറ്റ് ഇട്ട് നോക്കാൻ മൊയ്ല് കൊണ്ടുവന്ന. ഞാൻ പക്ഷെ അതിനെ കടിച്ചു പിടിച്ചോണ്ടിരുന്നിട്ട് അങ്ങനെ മൊയ്ലു എന്റെ വായനൊക്കെ വലിച്ച് തുറന്നിട്ടാണ് അതിനെ എടുത്തത്. ഇപ്പൊ പിന്നെ എന്റെ മുന്നിൽ എന്ത് കിട്ടിയാലും കടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് പോകുന്നത്. അങ്ങനെ ഞാനും അന്തം വിട്ട് നോക്കിയത് മൊയ്ലു എന്തോന്ന് കാണിക്കാൻ പോണത്. ഇതെന്നെ കഴുത്തി കൂടെ ഇട്ട് കൊല്ലിയോ? അങ്ങനെ ഇടാൻ നോക്കിയിട്ട് മൊയ്ലുവിന്റെയും കിളി പറഞ്ഞു. എങ്ങനെ ഇടണമെന്ന് അറിയണ്ട. അവസാനം പിന്നെ അതിനെ മൊയ്ലു എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്റെ ദേഹത്തിട്ട്. ഇതിനിടയിൽ ഞാൻ അതിനെ കടി പിന്നെയും വിട്ടില്ല. ഞാൻ പയ്യെ അതിനെ കടിച്ച് പിടിച്ചോണ്ടിരുന്നു. മൊയ്ലു ആണെങ്കിൽ പിന്നെയും വായന പയ്യെ തുറന്ന് അതിനെ പിടിയിടാൻ വേണ്ടി ശ്രമിച്ചു. ഞാനാണെങ്കിൽ വിടുവോ? എന്റെ കൈ കിട്ടിയാൽ ഞാൻ കടിക്കൂലേ. പിന്നെ അവസാനം വായനയൊക്കെ തുറന്ന് അതിനെ എടുത്തു മൊയ്ലു.
അങ്ങനെ അവസാനം അത് ദേഹത്തിട്ടു കേട്ടാ. എങ്ങനെയുണ്ട് കൊള്ളാമോ? കുറച്ച് കഴിഞ്ഞപ്പോ അതിനെയും കുറച്ച് ഞാൻ കടിച്ചു മുറിച്ചു. ഇത്തവണയും ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. മൊയില് തന്നെ അടിച്ചൊന്നുമില്ല. അവസാനം രാവിലെ അവർ കിട്ടിയ സാധനത്തിന് ഞാൻ ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് കൊള്ളാമോ? എന്റെ പല്ലിന് മുറിച്ച കണ്ട. അപ്പൊ പിന്നെ ശരി കേട്ടോ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഞാൻ ഇതൊക്കെ കടിച്ച് പറിച്ചെടുക്കട്ട്. കുറച്ച് സമയം എടുക്കും. നിങ്ങൾ പോയി കിടന്നുണങ്ങിക്കോ. ശരി പിന്നെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ബൈ. ഓക്കെ, ടാറ്റാ.